അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള മലയാളത്തിൽ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്ലാസിക്സ് സിബി മലയിൽ, ലോഹിതദാസ്, മോഹൻലാൽ ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്നിരിക്കുന്ന കിരീടൻ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇന്നലെയോ മറ്റെയാണ് റീമാസ്റ്റർ ചെയ്തിട്ട് ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. 4K ആയിട്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അധികം പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച രണ്ടാഴ്ചക്കുള്ളിലോ മറ്റേത് റിലീസ് ആവുന്നുണ്ട്. വൺ ക്വാളിറ്റി വിഷ്വൽസ്. ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എ ട്രിബ്യൂട്ട് ടു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോഹൻലാൽ മൂവീസ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മലയാളം മൂവീസ്. സോ അധികം ഒന്നും പറഞ്ഞ് സമയം കളയണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ട്രെയിലർ. ദിസ് ഈസ് സംതിങ് റിയലി സ്പെഷ്യൽ ഗൈസ്. ആരായി ചെയ്തു? നമ്മുടെ പുതിയൊരു ലാലേട്ടൻ. അങ്ങേരുടെ മോന. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം. എന്താ ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. കിരീടം പാലം. അവന്മാരൊക്കെ നല്ല ഇടിയിടിക്കണതും നല്ല തടി വേണം. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? പിന്നെ പോലീസുകാർക്ക് വലിയ വിവരം. അല്ല, ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇവർ ഈ കുത്തിക്കയറ്റിയത് ഒറിജിനൽ തന്നെ വെച്ച് കളിച്ചാൽ മതിയായിരുന്നു. ഈ പരിഭവം പിണക്കൊക്കെയാ പ്രേമത്തിന്റെ ഒരു പക്ഷെ വിഷ്വൽസ് ടോപ്പ് നോച്ച് മാൻ, ടോപ്പ് നോച്ച്. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം. രാമപുരം. നിങ്ങൾക്കറിയില്ല ആ സ്ഥലം? കീരിക്കാടൻ ജോസ്. ജോസിന്റെ പടം ഒട്ടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ട് വന്ന് കീറിക്കളിയും. കയ്യും കാലും ഒക്കെ ഇരുമ്പാ. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാൽ പിറ്റേന്ന് ശവം ഉറപ്പാ. എന്റെ മോനെ, എന്താ നടത്തം? ഒരാളും ജോസിനെതിരായി സാക്ഷി പറയില്ല. സേതുമാധവൻ, അവനെ ഞാൻ നുറുക്കും. ഹൈദ്രോസ്. എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. അയാൾ ഒരു നോട്ടോറിയസ് ക്രിമിനലാണ്. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. ലാലേട്ടന്റെ ശക്തിയില്ല. കഴിഞ്ഞിട്ട് പറയാം guys. കഴിഞ്ഞിട്ട് പറയാം. ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. ആ ഒരു ഫ്രെയിം, ആ ഒറ്റൊരു ഫ്രെയിം മതി സിനിമയുടെ റേഞ്ച് കാണിക്കാൻ. എൻ്റെ മോനെ. സോ ട്രെയിലർ ഇതാണ്. 4K ഡോൾബി അറ്റ്മോസ്ഫിയർ സിനിമ റിലീസാകാൻ പോവാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ് വർക്ക് ഓഫ് റീസ്റ്റോറേഷൻ. അത് ഭയങ്കര നന്നായിട്ടുണ്ട്. ആ റീസ്റ്റോറേഷൻ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് എത്രത്തോളം എഫേർട്ടുള്ള കാര്യമാണെന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എന്തിനാണ് ഇതിൽ ഈ സീരിയൽ ലെവലിലുള്ള മ്യൂസിക് കയറ്റിയിരിക്കുന്നത്? ഈ ലെവലിലുള്ള മ്യൂസിക് ആണെങ്കിൽ പുതിയ ഒരു ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി ഡിമിനിഷ്ഡ് ആവും. എനിക്കൊരിക്കലും ഈ മ്യൂസിക്കിൽ ഈ സിനിമ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും ഒരു സീരിയൽ നിലവാരമുള്ള BGM. ഇത് ദയവ് ചെയ്ത് ഈ ഒരു സംഭവം ഇതിൽ കുത്തിക്കയറ്റരുത്. ഇതാരെയും കാണുന്നുണ്ടെങ്കിൽ ഒറിജിനലായിട്ടുള്ള ഓഡിയോ തന്നെ വെക്കുക. അതിൻ്റെ കൂടി അഡീഷണൽ ആയിട്ടുള്ള ഈ സംഭവം വേണ്ട. എനിക്ക് തോന്നുന്നത് ഇത് ഈ ട്രെയിലറിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന മ്യൂസിക് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇതിൻ്റെ ആദ്യം ഇത് എഴുതിയിട്ടുണ്ട്. ദിസ് ട്രെയിലർ ഫീച്ചേഴ്സ് എ ന്യൂലി പ്രൊഡ്യൂസ് സ്കോർ ടു സെലിബ്രേറ്റ് ദ film's return. The upcoming release features the fully restored 4K presentation completely faithful to the original film. Oh, including its iconic original soundtrack. So that is really good. So no complaints. Just great. അപ്പോൾ അതുപോലെ തന്നെ I have to say to my fellow cinephiles who are not from Kerala, I mean if you are in the path of following Malayalam movies, please do watch this movie guys. This is something else. One of the greatest performance ever by Mohanlal and all other great artists. So I would recommend you to go and watch this movie if it's available in screens near your place. Okay. So അത്രയൊക്കെ എനിക്കിതിൽ പറയാനുള്ളൂ. ദിസ് വാസ് സംതിങ് സ്പെഷ്യൽ. ഞാൻ ഇതുവരെ ഒരു റീ റിലീസ് ചെയ്ത ഒരു സിനിമ
മലയാളത്തിൽ ഇറങ്ങിയത് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. സ്ഫടികം മിസ്സാക്കിയത് ഭയങ്കര വിഷമമുണ്ട്. ഒന്നും കൂടി റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെന്തായാലും കാണണം, എന്തായാലും കണ്ടിരിക്കും ഗൈസ്. കണ്ടിട്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത്രയും പഴയൊരു സിനിമ ലാലേട്ടൻ്റെ റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും 1995 വന്ന സ്ഫടികമായിരിക്കും ഏറ്റവും പഴയ സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ഡ്രോപ്പ് യുവർ കമൻസ്. അതുപോലെ ട്രെയിലർ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻസ് ആയിട്ടിടും. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.